വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസി ക്യൂസിൻ. അപ്പം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടൊരു പുതുവത്സരം നേടുന്നു. 2025 എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2025 തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പം തുടങ്ങുന്നത് ഒരു റൈസ് സീരീസ് ചെയ്തുകൊണ്ടാണ്. പലവിധമായിട്ടുള്ള ചോറ് നമ്മൾ കുറേ അറിയാലോ, ഫ്രൈഡ് റൈസ് ഉണ്ട്, എന്താ അങ്ങനെയുള്ള പല പല ചോറ് നമ്മൾ പരിചയപ്പെടുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അതിന് ചില സാങ്കേതിക കാരണങ്ങൾ അത് നടന്നില്ല. പക്ഷെ ഞാൻ ഉടനെ തന്നെ ചെയ്യും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ഫ്രൈഡ് ചിക്കൻ ഇൻ ചില്ലി സോസ് ആണ്, ഡ്രൈ ചില്ലി സോസിലാണ്. ഒന്നുമില്ല, പേരൊക്കെ വലുതാണെങ്കിലും സംഭവം വളരെ ചെറുതാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ചോദിച്ചു പോകാം. നമുക്കിങ്ങനെ പറഞ്ഞ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് ഒന്നുകൂടെ എല്ലാവർക്കും സ്വാഗതം. ഒരു 250 തൊട്ട് 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും, ബോൺലെസ് കേട്ടോ. ഇത്രയും വലിപ്പത്തിന് മതിയോ, ഈ വലിപ്പത്തിന് അരിഞ്ഞ് മാറ്റി വെക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒരു മുട്ട എടുക്കാം കേട്ടോ. അതൊന്ന് ബീറ്റ് ചെയ്ത് തന്നെ ഒഴിച്ചോളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുട്ട ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം മുട്ട ചീഞ്ഞതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഫുള്ള് പോട്ടോ. ഒറ്റ മുട്ട മതിയാവും. കാരണം 250 ഗ്രാമല്ലേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ. ടോട്ടൽ നമുക്ക് 4 ടീസ്പൂണോളം വേണം കോൺഫ്ലോർ. അപ്പോൾ നമുക്ക് ഈ മുട്ടയ്ക്കകത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണയും ചേർക്കുക കേട്ടോ. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ. ഒരു 10, 15, 20 മിനിറ്റോളം അങ്ങനെ ഇരുന്നോട്ടെ. നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് ഒത്തിരി എണ്ണ വേണ്ട കേട്ടോ. ശരിക്കും ഡീപ്പ് ഫ്രൈ വേണ്ട. നമ്മൾ എഗ്ഗും ഇതെല്ലാം കൂടെ അല്ലേ ഇട്ടിരുന്നേ. അത് ഫുള്ളങ്ങ് പാനിലേക്ക് ഇടുക. എന്നിട്ട് ചെറു തീയിലൊന്ന് കിടന്നൊന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. നമ്മളൊരു 1/2 ടീസ്പൂൺ പോലും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അതൊന്ന് നോക്കണേ. നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. പക്ഷെ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ എന്താ വേറെ ടേസ്റ്റിലേക്ക് പോകും കേട്ടോ, ഡ്രൈ ആക്കിയാൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എണ്ണയ്ക്കിടുന്ന തന്നെ, തുറന്നിരുന്ന് തന്നെ എണ്ണയ്ക്കിട്ട് ഫ്രൈ ചെയ്യില്ല, അതുപോലെ തന്നെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ എടുക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് വരുള്ളേ. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടെ വേണം കേട്ടോ. 2 ടീസ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. 2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം. ഒരു 10 എൻ്റെ ഡ്രൈ ചില്ലി ഇല്ലേ, വറ്റൽ മുളക്, അത് വേണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം 2 ടേബിൾ സ്പൂൺ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്, ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. 2 ടേബിൾ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് വെള്ളത്തിൽ ചാലിച്ച് തന്നെ എടുക്കണേ. പിന്നെ ഒരു 2 ഇതാണ് എൻ്റെ എപ്പോഴും ശത്രു, വെളുത്തുള്ളി, ഒരു കുറച്ച് ഇഞ്ചി. ഇത് രണ്ടും. വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 2 ഇത് മാത്രം എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുത്തോളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ. പിന്നെ നമുക്ക് ഇതിൽ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ, നമ്മുടെ ഇവിടെ ഒന്നും സ്പ്രിംഗ് ഓണിയൻ കിട്ടാൻ വലിയ പാട്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇതിനകത്ത് ചേർക്കാം. പക്ഷെ ഇല്ല, എൻ്റെ അടുത്ത് ഗാർണിഷ് ചെയ്യാനും ഒക്കെ നമുക്ക് എടുക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിൽ തന്നെ കുറച്ച് എണ്ണ വെച്ചിട്ട് വറ്റൽമുളക്, ഉണക്കമുളക് അതിട്ട് കൊടുക്കുക. ഞാൻ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കും കൂടെ എടുക്കുക കേട്ടോ. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് എന്താ പറയുക, ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതേ പാനിൽ ചെയ്താൽ മതി, എന്നാലും ആ ചിക്കൻ്റെ ആ ഫ്ലേവറും അതൊക്കെ അതിൻ്റെ അകത്ത് നിൽക്കുള്ളൂ. പാൻ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിക്കൻ ഇട്ട ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇപ്പോൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് ഇല്ല, കാരണം അതിൻ്റെ പച്ച മണം ഒന്ന് മാറണമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ എടുത്തിട്ടില്ലേ. 2 ടേബിൾ സ്പൂൺ പോലെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിട്ട് ഇച്ചിരി സോയാ സോസും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. മുളക് പൊടിയുടെ പച്ചമണം മാറിയെന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഉള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. മെല്ലെ ഉടയാതെ ഇളക്കി കൊടുക്കുക. ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇല്ലേ, നല്ലപോലെ കലക്കിയിട്ട് കേട്ടോ, എന്നുവെച്ചാൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സോസ് അതിൻ്റെ അകത്ത് കിടന്നൊന്ന് ഇതായിട്ട് വരും. അപ്പം നമ്മുടെ ചിക്കൻ ഇൻ ഡ്രൈ ചില്ലി സോസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, വലിയ സംഭവങ്ങളൊന്നും വേണ്ട, വലിയ ഇൻഗ്രീഡിയൻസും വേണ്ട. നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കാം. പക്ഷെ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു സോസ് ആഡ് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഒരു ഇത് വരുള്ളൂ. ഞാൻ അതുകൊണ്ട് സോയാ സോസ് ആഡ്, റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലത്, കളറും അതിനുണ്ട്, അതോടുകൂടി കളറും കിട്ടും. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മുളകിൻ്റെ കാര്യം, എരിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഇതില്ലേ വറ്റൽമുളകില്ലേ, ആ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം അത്യാവശ്യം എരി പോയിട്ടുണ്ടാവും അതിന്. അപ്പം അതുകൊണ്ട് വലിയ എരിയായിട്ടൊന്നും തോന്നുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എനിക്കൊന്ന് ഈ പത്തിരി, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നല്ലതായിരിക്കും. അപ്പം എല്ലാത്തിനും കൂടെ പോകും. 2025 ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ കാണും. നിങ്ങൾ തുടർന്നും വീഡിയോസ് കാണുമെന്നുള്ള വിശ്വാസത്തോടെ. അപ്പം കമൻറ്റ് ചെയ്യണം, മറന്നുപോയി, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം പിന്തുണ എന്നോടൊപ്പം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ടാറ്റാ.